ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടത് കൺസ്ട്രക്ഷൻ ഓഫ് ആൻ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അച്ചീവ്മെന്റ് ടെസ്റ്റിൽ ഒരു 6 സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെ അച്ചീവ്മെന്റ് ടെസ്റ്റിനെ പ്രോപ്പർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് കൺസ്ട്രക്ഷൻ ഓഫ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. അപ്പൊ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, ഒരു കുട്ടിയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കാനായിട്ട് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് പ്രൈമർലി യൂസ്ഡ് ടു ഡയഗ്നൈസ് സ്റ്റുഡൻസ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ടു ഗൈഡ് ലെസൺ ആൻഡ് കരിക്കുലം പ്ലാനിങ്. അപ്പൊ ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ വീക്ക്നെസ് മനസ്സിലാക്കി, സ്ട്രെങ്തും വീക്ക്നെസ്സും രണ്ടും മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ലെസൺ പ്ലാൻ ചെയ്യാനും കരിക്കുലം പ്ലാൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഡയഗ്നോസിസ് ഹാസ് ബിക്കം ആൻ എസെൻഷ്യൽ ഫേസ് ഓഫ് ഡെവലപ്പിംഗ് പ്ലാൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഓരോ കുട്ടിയും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ, പ്ലാനുകളും ഇൻസ്ട്രക്ഷനും എങ്ങനെ കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പൊ ആദ്യം നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ഡെഫിഷ്യൻസീസ് അവിടുന്ന് മനസ്സിലാക്കാം. ആ ഡെഫിഷ്യൻസീസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്പെസിഫിക് ഇൻഡിവിജ്വൽസിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് തരത്തിലാണ് എങ്ങനെ അവർക്ക് നമുക്ക് ഹെൽപ്പ് കൊടുക്കാം എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ഇൻ ഐഡന്റിഫൈങ് ദ സ്റ്റേറ്റസ് ഓഫ് ദ ലേണർ അറ്റ് ദ എൻഡ് ഓഫ് എ പെർട്ടിക്കുലർ ലെസൺ. അപ്പൊ ഒരു ലെസൺ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ടെസ്റ്റ് ഇട്ടാല് ഓരോ ലേണറും എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്, അവന്റെ സ്റ്റേറ്റസ് എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടും, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, പിന്നെ അതേപോലെ എന്താണ്, ഒരു പെർട്ടിക്കുലർ ക്ലാസ് മനസ്സിലായിട്ടുണ്ടോ, ആ എന്താ പറയുക ലേണിംഗ് പോയിന്റ്സ് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതൊക്കെയും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതേപോലെ എന്താണ്, ഇഫ് സച്ച് എ ഡെഫിഷ്യൻസി ഈസ് ലൊക്കേറ്റഡ് ഇൻ സെവറൽ സ്റ്റുഡൻസ്, അതായത് ഇപ്പൊ നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തിയിട്ട് പല കുട്ടികൾക്കും ഒരേ കാര്യത്തിൽ ആ ഒരു പോയിന്റ് മനസ്സിലായില്ല എന്ന് നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ടീച്ചർ പറഞ്ഞ രീതിയിൽ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, ആ കുട്ടികൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പൊ ആ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ തന്നെ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നും നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം, ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് യൂസ് ചെയ്ത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ആ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എങ്ങനെയാ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെയും നമുക്ക് എന്തുണ്ട്, ഒരു 6 സ്റ്റെപ്സ് ഉണ്ട് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക് സ്റ്റെപ്സ്. സ്റ്റെപ്പിൽ നോക്കിക്കേ, ഒരുവിധം സിമിലർ ആണ്, പക്ഷെ എന്നാ ഇച്ചിരി ഡിഫറെന്റും ആണ്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്ലാനിങ് ആണ്. അവിടെയും പ്ലാനിങ് ആയിരുന്നു, സോ ഇവിടെ എന്താണ്, പ്ലാനിങ് ആണ്. വൺസ് ഇറ്റ് ഇസ് പ്ലാൻഡ് നമുക്ക് ഒത്തിരി ഡിസിഷൻസ് അവിടെ മേക്ക് ചെയ്യാനില്ല. ഓക്കെ, സോ ഡിസൈൻ ഓഫ് ദ ടെസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതിന് പകരം ഇവിടെ എന്താണ്, നമ്മൾ അതിന്റെ ടെസ്റ്റ് ഐറ്റംസ് എഴുതുകയാണ്. ഓക്കെ, സോ വി ആർ റൈറ്റിംഗ് ദ ടെസ്റ്റ് ഐറ്റംസ്. വൺസ് ദിസ് ടെസ്റ്റ് ഐറ്റംസ് ആർ റിട്ടൺ, അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, അസംബ്ലിംഗ് ദ ടെസ്റ്റ്. ആ ടെസ്റ്റിനെ എല്ലാം നമ്മൾ അസംബിൾ ചെയ്യും, നമുക്ക് കാണാമായിരുന്നു. അത് കഴിഞ്ഞ് എന്താണ്, ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഈ ടെസ്റ്റ് എങ്ങനെ, എപ്പം, എവിടെ വെച്ച്, ഏത് സാഹചര്യത്തിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്ഷൻസ് കൊടുക്കണം. അതേപോലെ പിന്നെ എന്ത് വേണം, പ്രിപ്പയറിംഗ് സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം വേണം. അതേപോലെ റിവ്യൂയിങ് ദ ടെസ്റ്റും വേണം. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. എന്തൊക്കെയാണ്, പ്ലാനിംഗ്, റൈറ്റിംഗ് ടെസ്റ്റ് ഐറ്റംസ്, പിന്നെ അസംബ്ലിംഗ് ദ ടെസ്റ്റ്, പ്രൊവൈഡിംഗ് ഡയറക്ഷൻസ്, പ്രിപ്പയറിംഗ് സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം, ആൻഡ് ഫൈനലി റിവ്യൂയിങ് ദ ടെസ്റ്റ്. ഇൻ നെക്സ്റ്റ് പ്ലാനിംഗ് എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, കണ്ടന്റ്, ഏത് കണ്ടന്റിൽ നിന്നാണ് നമ്മൾ അവർക്ക് ടെസ്റ്റ് കൊടുക്കാൻ പോകുന്നത് പ്ലാൻ ചെയ്യണം. അതേപോലെ കീ പ്രിൻസിപ്പിൾസ് എന്തായിരിക്കണം. കീ പ്രിൻസിപ്പിൾ എന്താ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്തിനാണ്, അവിടെ ഒരു വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അതേപോലെ എന്ത് വേണം, എല്ലാ ലേണിംഗ് പോയിന്റ്സും ഒന്ന് ടച്ച് ചെയ്ത് പോകണം, എന്നാൽ മാത്രമേ നമുക്ക് വീക്ക് പോയിന്റ് ഏതാണെന്ന് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പ്ലാൻ ചെയ്യണം, അതിൽ കണ്ടന്റ് ഉണ്ടാവണം. ഓക്കെ, ഏതാണോ ലേണിംഗ് പോയിന്റ്സ് നമ്മൾ അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് വേണം. ആ കണ്ടന്റ് എന്ത് ചെയ്യണം, ഇനഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം, നമുക്കത് പ്രോപ്പർ ആയിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, റൈറ്റിംഗ് ഐറ്റംസ് ആണ് അല്ലെ. ഐറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, MCQs, ഷോർട്ട് ആൻസർ, വെരി ഷോർട്ട് ആൻസർ, എസ്സേ, മാച്ച് ദ ഫോളോയിങ്, ഇതൊക്കെയാണ് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടന്റ് എന്താണ്, നമുക്ക് പ്രിൻസിപ്പിൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ടൈപ്സ് ഡിസൈഡ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ നമുക്ക് ലിസ്റ്റ് ചെയ്യാം അല്ലെ, ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതിയിടാം. അപ്പൊ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ്, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കുട്ടികൾക്ക് ആ പോയിന്റ് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് മനസ്സിലാവണം. സോ യൂസ് വെരി സിമ്പിൾ ലാംഗ്വേജ്, അലൈൻ ക്വസ്റ്റ്യൻസ് വിത്ത് ലേണിംഗ് പോയിന്റ്സ് ആൻഡ് സീക്വൻസ് ഫ്രം സിമ്പിൾ ടു
കോംപ്ലക്സ്, അതായത് തുടക്കത്തിൽ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് പയ്യെ പയ്യെ എന്ത് ചെയ്യുക, അതിന്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്താണ്? അസംബ്ലിംഗ് ദ ടെസ്റ്റ്. അസംബ്ലിംഗ് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ടെസ്റ്റിനെ എന്ത് ചെയ്യണം? അസംബിൾ ചെയ്യണം. അപ്പൊ ഫ്ലെക്സിബിലിറ്റി, അതായത് എന്താണ്? നോ സ്ട്രിക്ട് ബ്ലൂ പ്രിന്റ് ഓർ റിജിഡ് ടൈം ലിമിറ്റ്. അതായത് നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ അറിയാൻ വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇന്ന സമയത്തിനുള്ളിൽ തീർക്കുക അല്ലെങ്കിൽ വേഗം എഴുതിയിട്ടതാണെന്ന് പറയല്ല. ആ കുട്ടിക്ക് അത് അറിയാമെങ്കിൽ ഇച്ചിരിയൊക്കെ ടൈം റിലാക്സേഷൻ കൊടുത്തിട്ട് ആ കുട്ടിയെ കൊണ്ട് അത് എഴുതിപ്പിക്കാൻ ശ്രമിക്കുക. ആ കുട്ടിക്ക് അറിയാമോ അറിയില്ലേ എന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം? ടൈമിൽ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ. അതേപോലെ എന്താണ്? ഗ്രൂപ്പ് ക്വസ്റ്റ്യൻസ് ബൈ ലേണിംഗ് പോയിന്റ്സ്. അപ്പൊ ലേണിംഗ് പോയിന്റ്സ് നമ്മൾ അവിടെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്താണ്? ബേസിക്കലി നമുക്ക് എന്താ വേണ്ടത്? ഈ ഒരു എന്താ പറയാ, അവർ അറിയുമോ അറിയുന്നില്ലെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഒരു ലോജിക്കൽ ഫ്ലോ വേണം. ഈ ടെസ്റ്റ് മര്യാദയ്ക്ക്, അതായത് നല്ലൊരു സിറ്റുവേഷനിൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റുഡൻസിന് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടാവുള്ളൂ. സോ അസംബ്ലിംഗ് ദ ടെസ്റ്റ് അങ്ങനെ. അത് കഴിഞ്ഞ് എന്താണ്? പ്രൊവൈഡിങ് ഡയറക്ഷൻസ്. ഡയറക്ഷൻസ് എങ്ങനെയാണ്? ക്ലിയർ ആയിട്ട് കൊടുക്കണം, കൺസൈസ് ആയിട്ട് കൊടുക്കണം, അതേപോലെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറക്ഷൻസ് ആയിരിക്കണം. ഓക്കെ, അതിന്റെ കൂടെ അതിന്റെ ഇതിൽ തന്നെയുള്ളതാണ് സിറ്റുവേഷൻസ് ഒക്കെ ഫേവറബിൾ ആയിരിക്കണം. സ്റ്റുഡന്റിന് അത് പെർഫോം ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്കോറിംഗ് കീ ഉണ്ടാക്കാം, മാർക്കിംഗ് സ്കീം ഉണ്ടാക്കാം. അപ്പൊ അതെന്തെങ്കിലും സഹായിക്കും? സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ അതിൽ കൊണ്ട് കഴിയും. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ടെസ്റ്റ് ഇട്ടത് എന്താ? ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ പർപ്പസ് അതെന്ത് ചെയ്യണം? നമ്മൾ റിവ്യൂയിങ് ദ ടെസ്റ്റ് ചെയ്യണം. റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടെസ്റ്റിന് നമ്മുടെ പർപ്പസിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട്, പറ്റുന്നില്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? എഡിറ്റ് ചെയ്യണം. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? മാറ്റണം. വേണമെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം? ഒരു പൈലറ്റ് ടെസ്റ്റിംഗ് ഒക്കെ കൊടുക്കുകയും ചെയ്യാം. Okay, so these are the steps in constructing a diagnostic test. ഒരു 6 steps ആണുള്ളത്. എന്തൊക്കെയാണ്? പ്ലാനിംഗ് ഉണ്ട്, റൈറ്റിംഗ് ടെസ്റ്റ് ഐറ്റംസ് ഉണ്ട്, അതേപോലെ തന്നെ അസംബ്ലിംഗ് ദ ടെസ്റ്റ് ഉണ്ട്, പ്രൊവൈഡിംഗ് ഡയറക്ഷൻസ്, പ്രിപ്പയറിംഗ് സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം, ആൻഡ് ഫൈനലി റിവ്യൂയിങ് ദ ടെസ്റ്റ്. ഇനി നെക്സ്റ്റ് അഡ്മിനിസ്ട്രിങ് ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇതാ ഞാൻ പറഞ്ഞത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരണം, സിംപ്ലിസിറ്റി കൊണ്ടുവരണം, നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റുഡൻസിനെ നമ്മൾക്ക് എന്താ പറയാ, എൻകറേജ് ചെയ്യാൻ വേണ്ടത് ഈ ഒരു ടെസ്റ്റ് എടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഓക്കെ, അവർക്ക് ചുറ്റുപാടുകൾ അവർക്ക് ഫേവറബിൾ ആക്കി കൊടുക്കുക. സമാധാനമായിട്ട് ഇരിക്കാൻ നല്ല ലൈറ്റിംഗ് ഉള്ള സ്ഥലത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയർ അങ്ങനെയൊക്കെ കൊടുത്ത് അവരെ കംഫർട്ടബിൾ ആക്കുക. പിന്നെ എന്താണ്? പിയർ കൺസൾട്ടേഷൻസ് ഒന്നും വേണ്ട. കാരണം ഈ കുട്ടി അറിഞ്ഞതല്ലേ ഇത് എഴുതേണ്ടത്. അപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനത്തെ അല്ല. ഈ കുട്ടിക്ക് എന്തുമാത്രം അറിയാമോ എന്നുള്ളത് അറിയാനായിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും അല്ലെങ്കിൽ സംസാരിച്ച് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്താനുള്ള കാര്യമല്ല. പിന്നെ എന്താണ്? എന്തെങ്കിലും ക്ലിയർ ആക്കാൻ, അല്ലെങ്കിൽ ഇത് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക. അതേപോലെ എക്സ്ട്രാ ടൈം വേണമെങ്കിൽ കൊടുക്കുക. സോ ഇങ്ങനെയൊക്കെ ഒരു കംഫർട്ടബിൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല? സ്റ്റെപ്സ് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലെ. പക്ഷെ അതെന്താണ്? ഒരു സ്ട്രിക്റ്റ് ആയിട്ട് റിജിഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നടത്തുന്ന ടെസ്റ്റ് ആണ്. പക്ഷെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പറയുമ്പോൾ അതിന്റെ സ്റ്റെപ്സ് പറയുന്നതിന് കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് എന്ത്? ഹൗ ടു അഡ്മിനിസ്റ്റർ എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നുള്ള പോയിന്റ്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.